22,000 രൂപ ഒരു റിമോട്ട് കൺട്രോൾ കാറിൻ്റെ വില മാത്രമാണത്. ആ വിലയ്ക്ക് ഞാൻ മേടിച്ചത് ഒരു കളിപ്പാട്ടമല്ല. ഞാൻ മേടിച്ചത് നമുക്ക് നമ്മുടെ സങ്കല്പത്തിൽ വരുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഒരു 3D പ്രിൻ്റർ. ഹായ് ഗായ്സ്, ഞാൻ അഖിൽ. എൻ്റെ ആദ്യത്തെ 3D പ്രിൻ്ററിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണിത്. ഞാൻ മേടിച്ചിരിക്കുന്നത് ബാംബു ലാബിൻ്റെ A1 മിനി എന്ന് പറയുന്ന ഒരു എൻട്രി ലെവലിൽ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു 3D പ്രിൻ്ററാണ്. ആദ്യം ഇത് തുറന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ വിചാരിച്ചൊരു വെയിറ്റ് ഒന്നുമല്ല ഇതിന്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയത്. ആദ്യത്തെ പ്രിൻ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. ഇത് നമ്മൾ വിചാരിക്കുന്നതിലും ഭയങ്കര ഫാസ്റ്റായിട്ട് അതിൻ്റെ പ്രിൻറ്റിങ് നടക്കുന്നത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർട്ടിസ്റ്റ് അറ്റ് വർക്ക് പോലെയാണ്. ഒരു കലാകാരൻ ഇങ്ങനെ വരച്ചുണ്ടാക്കുന്ന പോലെയാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് ഒക്കെ വരുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമുക്കിങ്ങനെ നമ്മുടെ ഇമാജിനേഷനിലൊരു സാധനം ഉണ്ടായിരുന്നു, അത് റിയാലിറ്റിയിലേക്ക് ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു സന്തോഷം അതിപ്പോഴും പ്രിൻ്റ് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്തത്. ചെറിയ കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുണ്ടോ അത്രയും പ്രായമുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബിയായിട്ടാണ് എനിക്ക് 3D പ്രിൻറ്റിങ് ഇത് തോന്നിയത്. സത്യത്തിൽ 3D പ്രിൻ്റർ ഒരു ടൂളാണ്. അപ്പം നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും പേരൻസ് ആയിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പല ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഫോൺ കൊടുക്കുന്നുണ്ടാവും ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ഇവർ അടങ്ങി തിരിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ അതിന് പകരം ഒരു 3D പ്രിൻ്ററാണ് അവരുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്കിത് ഭയങ്കര ഇഷ്ടമാവും. ബിക്കോസ് അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം ഓരോ സാധനങ്ങൾ. കൂടാതെ അവരുടെ ക്രിയേറ്റിവിറ്റി നന്നായിട്ട് മാറും. അവർക്കിതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് അവരുടേതായ ഇഷ്ടങ്ങളിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ കൂടുതൽ എഫേർട്ട് ഇടും. നല്ല ഒരു ക്രിയേറ്റിവിറ്റി അതിലേക്ക് ഉണ്ടായി വരും. ഞങ്ങളിത് മേടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ക്ലിനിക്കിലേക്കും പിന്നെ സോളാറിൻ്റെ ബിസിനസ്സിലേക്കും ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലേക്കും ഒക്കെ നല്ല നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കാം. അവിടെ എന്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് ഇനി വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പോൾ അതുവരെ see you.